ഞാൻ 1000 സബ്സ്ക്രൈബേഴ്സ് ആവുമ്പോൾ പ്ലാനിങ് ഗിവ് അവേ. 1000 സബ്സ്ക്രൈബർ ഉടനെ ആവുമോ? ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഐഷ് അർജുൻ. സോ ഇന്നത്തെ ഒരു ബ്രാൻഡ് ന്യൂ വീഡിയോ നിങ്ങൾ തംബ്നെയിലും ടൈറ്റിലും കണ്ട പോലെ തന്നെ ഇന്നൊരു മണിപ്പൂരി ബ്രൈഡ് ആൻഡ് മലയാളി ഗ്രൂമിന്റെ വെഡിങ് ആങ്കറിംഗ് ആണ് ഞാൻ ചെയ്യുന്നത്. MC ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. സോ എന്നെ പേഴ്സണലി അറിയുന്നവർക്കും അല്ലെങ്കിൽ വീഡിയോസ് കാണുന്നവർക്കും അറിയാം, ഞാൻ പാർട്ട് ടൈം ആയിട്ട് MC അല്ലെങ്കിൽ ആങ്കറിംഗും കൂടിയും ചെയ്യുന്ന ഒരാളാണ്. ഇവന്റ്സിൽ വെഡിങ്, കോർപ്പറേറ്റ് അങ്ങനെ എല്ലാം ചെയ്യുന്നുണ്ട്. സോ ഇന്നത്തെ നമ്മുടെ പരിപാടി ബോൾഗാട്ടി റിസോർട്ട് അല്ല ഐലൻഡിലാണ് വരുന്നത്. അപ്പൊ ഇപ്പൊ തന്നെ ഏകദേശം ലേറ്റ് ആയി തുടങ്ങി. ഇന്നൊരു സൺഡേ ആണ്. അപ്പൊ അർജുനാണ് ഇപ്പൊ എനിക്ക് വീഡിയോ എടുത്തു തരുന്നത്. അപ്പൊ അർജുന തന്നെ എന്നെ ഡ്രോപ്പ് ചെയ്യുന്നുണ്ടാവും. ഞങ്ങൾ രണ്ടുപേരും കൂടി പോവും. ബോൾഗാട്ടിയിൽ വെച്ചിട്ടാണ് പരിപാടി. അപ്പൊ ഞാനിപ്പോ കുളിച്ചിപ്പോ റെഡി ആയി. ഈവനിങ് ഒരു 4:30 ആകുമ്പോഴേക്കും 4:30 ആകുമ്പോഴേക്കും എനിക്ക് അവിടെ എത്തണം. 7:30 വരെയാണ് പ്രോഗ്രാം വരുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് ഹോസ്റ്റിംഗ് അല്ലെങ്കിൽ ആങ്കറിംഗ് ചെയ്യുന്നുണ്ടെങ്കിലും ഇത് ഞാനൊന്ന് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചതിന്റെ കാരണം ഒരു വെറൈറ്റി കോമ്പിനേഷൻ അല്ലേ, ഒരു മലയാളി ചെക്കനും ഒരു മണിപ്പൂരി പെൺകുട്ടിയും. അപ്പൊ രണ്ടുപേരും ഡോക്ടേഴ്സ് ആണ്, രണ്ടുപേരും PhD ഹോൾഡേഴ്സ് ആണ്, വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, ഹൈലി സെറ്റിൽഡ് ഫാമിലിയാണ്. അപ്പൊ ഞാൻ ഫാമിലി മെമ്പേഴ്സായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. മാരേജ് അവർ ഓൾറെഡി കഴിഞ്ഞു. June 9th എന്തായിരുന്നു മാരേജ്. ഇപ്പോഴാണ് അവർ റിസപ്ഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ടുഡേ ഈസ് June 29th അല്ല ചേട്ടാ? അതെ, June 29th. അപ്പൊ ഇനി ഞാൻ റെഡി ആയതിനു ശേഷം കാണിക്കാം. അതാ ഞാൻ റെഡിയായി. സോ പോവാനായിട്ട് റെഡിയായി. ഞാൻ എന്റെ ആക്ച്വലി ഹൽദി ഔട്ട്ഫിറ്റ്, അർജുന്റെ ജസ്റ്റ് ഔട്ട്ഫിറ്റ്, ഹൽദി ഔട്ട്ഫിറ്റ് ആണ് ഞാൻ ഇട്ടേക്കുന്നത്. കാരണം നമ്മൾ ഈ കല്യാണത്തിന് ഹൽദി, റിസപ്ഷൻ, കല്യാണം അങ്ങനെയൊക്കെ ഒരുപാട് സാരിയും ഡ്രസ്സൊക്കെ നമ്മൾ എടുക്കുമ്പോൾ അതിങ്ങനെ യൂസ് ചെയ്യാതിരിക്കുന്ന കാണുമ്പോൾ നമ്മൾ എന്തായാലും പൈസ കൊടുത്ത് ചെയ്തല്ലേ, റീയൂസ് ചെയ്യാമല്ലോ. ഇതിന്റെ മുന്നേ ഞാൻ റീയൂസ് ചെയ്തിട്ടുണ്ട്, സ്കേർട്ട് മാത്രം. ബട്ട് ഫുൾ പ്രോപ്പർ ഹൽദി ഔട്ട്ഫിറ്റിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈവെന്റിന് പോകുന്നത്. സോ യെസ്, ഐ ആം റെഡി. അപ്പോ ടൈം ആവാറായി ഓൾമോസ്റ്റ്. സോ ഇനി അവിടെ എത്തിയിട്ട് ഞാൻ കാണിക്കാം. നമ്മളങ്ങനെ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. നേരത്തെ എത്തിച്ചു. അങ്ങനെ എൻ്റെ അർജുട്ടൻ നേരത്തെ ഡ്രൈവ് ചെയ്ത് എത്തിച്ചിട്ടുണ്ട്. ഒരു 3:45 ഒക്കെ ആയിട്ടുള്ളൂ അല്ലേ? 3:45 ഒക്കെ ആവാറായിട്ടുള്ളൂ. 4:30 നമ്മുടെ പരിപാടി. ഓ, നല്ല സ്കൈ അല്ലേ, നോക്കി നല്ല രസമുണ്ട് ക്യാമറയിൽ. അങ്ങനെ ശരി, ഡ്രോപ്പ് ചെയ്തിട്ട് പോവാണോ? പോണ്ട, കുറച്ച് പരിപാടിയുണ്ട്. എന്താണ് പരിപാടി? സൺഡേ ആയിട്ട് സൺഡേ ഫൺഡേ. ഓക്കെ. ആരും വിളിക്കുന്നില്ല എന്നെ, ചുമ്മാ പറയാ. യു ലുക്ക് ക്യൂട്ട് അർജുട്ടാ. ഓക്കെ, അർജുന വരുന്നില്ലേ കാണാൻ? മണിപ്പൂരി കൈൻഡ് ഓഫ് മേ ബി എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും. ഇല്ല, മുണ്ട കൊടുത്ത് ഇറങ്ങിയേക്കാന്ന് സൺഡേ ആയിട്ട്. സൺഡേ ഫൺഡേ പോണതായിട്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അവിടെ പോയിട്ട് കാണാം അല്ലേ? അപ്പോ അധികം എനിക്ക് ഷൂട്ട് ചെയ്യാൻ ഒന്നും പറ്റില്ല, കാരണം ഞാൻ സ്റ്റേജിലായിരിക്കും, ഇവന്റ് ഹോസ്റ്റ് ചെയ്യാണ്. അപ്പൊ നമ്മള് അതാണല്ലോ ചെയ്യേണ്ടത് മെയിൻ ആയിട്ട്. ബട്ട് എനിക്ക് പറ്റുന്ന അത്രയൊക്കെ ഞാൻ കാണിക്കാം. പോവല്ലേ? അപ്പൊ ബൈ. അപ്പൊ ഇനി ഞാൻ അവിടെ എത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ വിഷ്വൽസ് കാണിക്കാം. ഓക്കെ, ബൈ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ ബ്രൈഡ് ആൻഡ് ഗ്രൂം. നമ്മുടെ ബോൾഗാട്ടി പാലസ് ആൻഡ് ഐലൻഡ് റിസോർട്ടിന്റെ അവിടെ ഫ്രണ്ടിൽ കയറി ചെല്ലുമ്പോൾ തന്നെ ഉള്ള ഹാളിലാണ് ഫംഗ്ഷൻ നടക്കുന്നത്. അപ്പൊ കേരളത്തിൽ ഇപ്പൊ എപ്പോഴും മഴ ആയതുകൊണ്ട് അവർ ഹാളാണ് പ്രിഫർ ചെയ്തത് ഔട്ട്ഡോർസിനേക്കാളും കൂടുതൽ. അപ്പൊ ഡെക്കറേഷനൊക്കെ നല്ലതായിരുന്നു. June 29, 2025. Today calls for a grand celebration, and currently we are going to celebrate the reception party of Dr. Navneet and Dr. Sophia. So within few minutes, we are expecting the couple to arrive at the stage. We shall all rise and give them a warmest welcome and a loud applause to welcome them and be part of their grand day today. And it is my distinct pleasure to introduce to you the very best
She is a well-renowned international dancer, Manipuri classical specialized, performed in countries like Goa, Egypt, Europe, as part of Europe. A round of applause for our bride, Sophia. Come on, another applause for her. That was the cute intro about our beautiful bride, Dr. Sophia, and her handsome groom, Dr. Navani. Now, I feel the stage is incomplete without your families. The reasons behind what we have today and what we are today are because of our parents and our family. As Navani and Sophia embark on this journey together, I would like to invite their parents, siblings, and close ones to come and join on the stage. Sophia, associate professor, she's the elder sister, and her elder brother, Mr. Suraj Lesam. Heavenly union of two families. Come on, a loud applause for these two families. A loud applause. So we are all part of love for this grand celebration. Blessings of God will always be with the families and the couple throughout, and let them lead a very happy and blessed life together. To the cake cutting ceremony. Every great journey begins with a single step, and every great union starts by sharing things. This cake cutting ceremony marks the beginning of Navneet and Sophia. The cake is a symbol of a happy married life that a couple would enjoy from this day forward. Let us wish them a life full of love and joy. Dear Navneet and Sophia, may I request you to come forward and slice into this beautiful cake, the family members of Navneet. So the parents also please stay on the stage. Please be there on the stage for the cake cutting ceremony. Sister-in-law of Sophia, Elizabeth Kamchok, sister-in-law, Nelson Lisa. Come on, I want a loud applause from the audience and from the guests. You are all part of this happy moment, okay? Without further ado, can we get a loud applause for them? We have a live photo session booth arranged. So whenever the guest is on the stage or after clicking the group picture, you can directly go to the live session booth and collect your photo. നമ്മുടെ ഫോട്ടോ സ്റ്റേജിൽ വന്ന് എടുത്തതിന് ശേഷം നമ്മൾ ലൈവ് ഫോട്ടോ സെഷൻ ബൂത്തിൽ ചെന്നിട്ട് നമുക്ക് ആ ഒരു ഫോട്ടോ ലൈവായിട്ട് ഓൺ സ്പോട്ട് തന്നെ കളക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഐ വുഡ് ലൈക്ക് ടു റിക്വസ്റ്റ് ഓൾ ദ ഗെസ്റ്റ് ടു യൂട്ടിലൈസ് ദ ലൈവ് ഫോട്ടോ സെഷൻ ബൂത്ത് ആസ് മച്ച് ആസ് and the stage events, decorations and everything was done by Wedding Bells Events Carpet. Thank you. That's all from my side. This is Aishwarya signing off. Thank you. അപ്പം നമ്മുടെ ഈ വെഡ്ഡിങ് റിസപ്ഷന് കൊടിയേരി സാറിൻ്റെ മകൻ ബിനീഷ് കൊടിയേരി സാറും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ അതേ ഫുഡ് കഴിക്കാനായിട്ട് വന്നേക്കാണ്. ഞാൻ ഫുഡ് എടുത്തപ്പോൾ കാണിക്കണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ മറന്നുപോയി. എൻ്റെ വിശപ്പ് കാരണം ആക്രാന്തം കാരണം ഞാൻ പെട്ടെന്ന് കഴിച്ചു. അതിന് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അർജുട്ടൻ എന്നെ പിക്ക് ചെയ്യാൻ വരും. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വന്നപ്പോഴാണ് ഞാനിവിടെ നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് കണ്ടത്. നമ്മുടെ ബാക്ക് വാട്ടേഴ്സിൻ്റെ അവിടെയായിട്ട് നൈസ്. അവിടെ ചുമ്മാ നിൽക്കുമ്പോഴാണ് ഈ ഒരു ബോട്ട് റൈഡ് കാണുന്നത്. നല്ല ലൗഡ് മ്യൂസിക് ഒക്കെ വെച്ച് ലൈറ്റൊക്കെ ഇട്ട ഒരു ബോട്ട് റൈഡ്. ഓക്കെ, അപ്പോൾ ദേ ഞാൻ ഫുഡൊക്കെ കഴിച്ച് നിൽക്കാണ്. അപ്പോൾ എന്നെ പിക്ക് ചെയ്യാനായിട്ട് മൈ ഹബ്ബി ഈസ് ഹിയർ.
കുളിച്ച് കുട്ടപ്പനൊക്കെ ആയിട്ടാണല്ലോ വന്നേക്കുന്നേ. എവിടെ പോണേ കുളിച്ച് കുട്ടപ്പനായിട്ട്? കുളിച്ച് കുട്ടപ്പനായിട്ട് എടുത്തതല്ല, ഇങ്ങോട്ട് വന്നതാ. ഇവിടെ വിളിക്കാൻ വന്നതാ. കല്യാണമല്ലേ, പിന്നെ ഒരുങ്ങി വരാന്ന് വെച്ചു. ആരുടെ കല്യാണം? ആരുടെ കല്യാണം? ഓക്കെ ഫൈൻ. സോ അടുത്ത പ്ലാൻ എന്താ ചേട്ടാ? അടുത്ത പ്ലാൻ എന്താ, ഇവിടുന്ന് പോകുന്നു. ഇവിടെ വിളിച്ചോണ്ട് പോകണം. കുറേ നേരം ഇവിടെ വന്നിരിക്കാൻ തുടങ്ങിയിട്ടല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് വിളിച്ച് പോകണം. പിന്നെ കടയിൽ പോകണം, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം. അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ പോകണം, കിടന്നുറങ്ങണം. ഇന്ന് കുറച്ച് നമുക്ക് ഗ്രോസറി ഷോപ്പിംഗ് ഉണ്ട്. ഇന്ന് നമ്മുടെ ഗ്രോസറി ഷോപ്പിംഗ് ഡേ ആണ്. നമുക്ക് ഫോറം മോളിൽ പോയിട്ട് കുറച്ച് ഐറ്റംസ് വാങ്ങിക്കാനുണ്ട്. അവിടെ ആകുമ്പോൾ പിന്നെ എല്ലാം ഒരുമിച്ച് കിട്ടും, ചിക്കൻ വെജീസ് എല്ലാം. ഫോറം മോള് കുറച്ചുകൂടെ നമുക്ക് നല്ല കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു മോളാണ്. കാരണം വലിയ റഷോ കാര്യങ്ങളൊന്നുമില്ല. വെറുതെ നമുക്ക് പോവാം. ആവശ്യമുള്ള സാധനങ്ങൾ വളരെ എന്താ പറയുക, വെറുതെ റിലാക്സ് ചെയ്ത് നമുക്ക് സത്യം പറഞ്ഞാൽ കുറച്ചൊക്കെ റെസ്റ്റൊക്കെ എടുത്ത് പതുക്കെ ഇഴഞ്ഞും നീങ്ങി വാങ്ങാൻ പറ്റുന്നൊരു മോളാണ്. പക്ഷെ അതുപോലെ ബാക്കിയുള്ള കൊച്ചിയിലെ മോളൊക്കെ ഭയങ്കര പാടാണ്, ഭയങ്കര ബിസി. പക്ഷെ ഒബ്രോൺ മോൾ പിന്നെയും കുഴപ്പമില്ല, ഭയങ്കര പാടാണ്. നമുക്ക് അടുത്ത് ഫോറം മോൾ, അതുകൊണ്ടാണ് അടുത്തും കൂടെ അടുത്ത് ഫോറം മോളും കൂടെ. പിന്നെ അതുകൊണ്ട് പിന്നെ അവിടെ പോയി വാങ്ങുന്നേ ഉള്ളൂ. അതെ, അപ്പൊ അത്രേ ഉള്ളൂ. എൻഡ് ചെയ്യാലേ? പിന്നെ തീർച്ചയായും സമയമാകും. അതെ, അപ്പൊ അത്രേ ഉള്ളൂ. അങ്ങനെ ഇതായിരുന്നു എന്റെ ഒരു എന്താ പറയാ ആങ്കറിങ് അല്ലെങ്കിൽ MC ഇവന്റിന്റെ നിങ്ങൾ കണ്ട കുറച്ച് വിഷ്വൽസ് വീഡിയോ എടുത്താന്ന ഒരു പയ്യനായിരുന്നു. ഞാനിവിടെ ആങ്കറിങ് വീഡിയോ ഒന്നും കണ്ടില്ല. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയാം. അഭിപ്രായത്തിൽ കൂടെ മാത്രമേ എനിക്ക് കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ വ്ലോഗ് വരണം എന്നാൽ മാത്രമേ എനിക്ക് കാണാൻ പറ്റൂ. അല്ലാതെ എനിക്ക് അറിയില്ല. ഞാൻ വീട്ടിൽ പോയിട്ട് കാണിച്ചു തരാം വീഡിയോസ്. അല്ല, അത് നോക്കണം, കാണണമല്ലോ. അതാണ് പറഞ്ഞു വെച്ചേക്കണെന്നുള്ള ആരും കാണണമല്ലോ. ഒരു പയ്യനെ എനിക്ക് വീഡിയോ എടുത്ത് തന്നെ പാവം, അതിന്റെ വിഷ്വൽസ് ആണ് കേട്ടോ നിങ്ങൾ കണ്ടിട്ടുള്ളത്. അപ്പൊ എപ്പോഴും ഏത് കല്യാണത്തിനും ബലിയാടാവുന്ന ഏതെങ്കിലും ഒരാളും എന്റെ അകത്ത് കാണും. അവൻ പാടുപെട്ട് അവന്റെ സ്റ്റുഡിയോയിൽ നിന്ന് കൊണ്ടുവന്ന ക്യാമറയൊക്കെ മാറ്റി വെച്ചിട്ട് പിന്നെ ഇവളുടെ ഫോൺ എടുത്ത് ഷൂട്ട് ചെയ്യാനുള്ള കാര്യം മാത്രമേ അവന് പറ്റുള്ളൂ. പാവപ്പെട്ടവര് അവന് അതിനാ പൈസ കൊടുക്കുന്നത്. ഇവിടെ 5 പൈസ കൊടുക്കാതെ അവന്റെ ഫോട്ടോയും വാങ്ങിച്ച് വീഡിയോ വാങ്ങിച്ചോണ്ട്. അല്ല, ഞാൻ ചോദിക്കും ബിസി ആയിരിക്കോ ചിലപ്പോ, അല്ല അസിസ്റ്റൻസിനോ അല്ലെങ്കിൽ ക്യാമറമാൻ കല്യാണത്തിനും മറ്റേ റിസപ്ഷനും ക്യാമറമാനൊന്നും ഒരു തിരക്കുമില്ല. ഒരു കളിച്ചു കിടക്കാം. ഞാൻ കൊടുക്കാറ് ലൈറ്റ് ബോയ്സിനോ അങ്ങനെയൊക്കെയാണ് ഞാൻ കൊടുക്കാറ്. അങ്ങനെയൊക്കെ കൊടുക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ അസിസ്റ്റൻസിനൊക്കെ. വോട്ടെവർ എന്തായാലും എനിക്ക് കുറച്ച് വീഡിയോസ് ഒക്കെ വേണമല്ലോ കാണിക്കാൻ. അപ്പൊ അങ്ങനെ എടുത്തു. അപ്പൊ ഞാൻ ഇങ്ങനത്തെ ഒരു മണിപ്പൂരി ബ്രൈഡ് ആൻഡ് മലയാളി ഗ്രൂപ്പ് അങ്ങനത്തെ ഒരു ഇതുവരെ ഞാൻ ഹോസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ നല്ലതായിരുന്നു. അത്യാവശ്യം അവരുടെ മണിപ്പൂരിൽ നിന്ന് കുറച്ച് റിലേറ്റീവ്സ് ഒക്കെയാണ് ഉണ്ടായിരുന്നത്. നല്ലൊരു കൾച്ചർ അല്ല, ഇന്റർ കൾച്ചർ മാരേജ് ആയിരുന്നു. അതെ, മാരേജ് വരെ അവിടെ വെച്ചായിരുന്നു കേട്ടോ, മണിപ്പൂർ വെച്ചിട്ടായിരുന്നു. ഇത് റിസപ്ഷൻ. അപ്പൊ അത്രേ ഉള്ളൂ. അതായിരുന്നു എന്റെ ബോൾഗാട്ടിയിലെ എന്റെ ഈ ഒരു MC ആങ്കറിംഗ് ഇവന്റിന്റെ വിഷ്വൽസ്. അതെ, ബോൾഗാട്ടിയിലെ 2ാമത്തെ ഇവന്റ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുന്നവര് ഭയങ്കര ബിസി തിരക്കേറിയ കൊച്ചിയിലെ ഏറ്റവും ആയിട്ടുള്ള ആങ്കറാണ്. അപ്പം എന്തെങ്കിലും വെഡിങ്ങോ അല്ലെങ്കിൽ റിസപ്ഷനോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഇവന്റ്സോ അങ്ങനെ എന്തെങ്കിലും പരിപാടികളൊക്കെ, മറ്റേ ലൊട്ടിലൊടുക്ക് എന്ത് പരിപാടിയാണെങ്കിലും ഒരു പ്രശ്നമില്ല. ആ പരിപാടികൾക്കൊക്കെ വിളിക്കുക. ഐശ്വര്യ കൃഷ്ണ മഹിബാലു കോണ്ടാക്ട് ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിൽ തപ്പിക്കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, കോണ്ടാക്ട് ചെയ്യാം. ഇത് ഞാൻ പറയിപ്പിച്ചതാണേ പറയൂ. അല്ലല്ല, പറയിപ്പിച്ചതൊന്നുമല്ല. ഇത് ഞാൻ എന്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ പറഞ്ഞ കാര്യമാണ്. എന്തെങ്കിലും പരിപാടി കൊണ്ടുവന്നുണ്ടെങ്കിൽ വിളിക്കുക. ആങ്കറിംഗ് ഒക്കെ വളരെ മിതമായിട്ടുള്ള നിരക്കിൽ വളരെ ഭംഗിയായിട്ട് ചെയ്തു തീർക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അതാണ്. എല്ലാ ദിവസവും എനിക്ക് അവൈലബിൾ അല്ല, ബിക്കോസ് ദിസ് ഇസ് ലൈക്ക് മൈ പാർട്ട് ടൈം ജോബ്. ഫുൾ ടൈം ജോബ് വേറെ ഉണ്ട്. അതെ, അപ്പൊ അത്രേ ഉള്ളൂ. നമുക്ക് വ്ളോഗ് എൻഡ് ചെയ്യാം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, ഐഷ അർജുൻ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. സോറി, അവർ ചാനൽ. ബിക്കോസ് നമ്മുടെ അനലറ്റിക്സ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ വീഡിയോസ് കാണുന്നത് നോൺ സബ്സ്ക്രൈബേഴ്സ് ആണ്, സബ്സ്ക്രൈബേഴ്സിനേക്കാൾ കൂടുതൽ. മൈ റിക്വസ്റ്റ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ഞാനൊരു കാര്യം പെട്ടെ, അങ്ങനെ നമുക്ക് ഒരിക്കലും നിർബന്ധം പിടിക്കാനൊന്നുമില്ല. അവർക്ക് ഇഷ്ടപ്പെട്ട്, നിങ്ങൾക്ക് നല്ല രീതിയിലൊക്കെ ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ മാത്രം ലൈക്കും അതുപോലെ തന്നെ സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടോ പരാതികളൊന്നും ഇല്ലാത്ത ചെറിയ ഒരു യൂട്യൂബ് ചാനലാണ്. അതുകൊണ്ട് നമുക്ക് വലിയ പരാതികളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയും കാണണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാം. എനിക്കൊന്ന് റിലേറ്റീവ്സും അങ്ങനെ കുറച്ച് നമ്മുടെ ഒരു ലിമിറ്റഡ് സർക്കിളിലുള്ള ആൾക്കാർ മാത്രമേ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ വെളിയിലുള്ള ആൾക്കാർ നമുക്ക് ഇതിനെ വന്നു തുടങ്ങിയിട്ടില്ല. അപ്പോൾ കുറച്ചൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പ്രോഗ്രസ് ഉണ്ട്. ഓക്കെ, അത്യാവശ്യം പ്രോഗ്രസ് ഉണ്ട്. എന്ന് കുത്തിയിരുന്ന് നോക്കുക എന്നുള്ള പരിപാടിയാണ് നമുക്കുള്ളത്. അപ്പം എനിക്ക് വിളിച്ച് പറയും, ഇതേപോലെ അർജുട്ടാ ഒരു സബ്സ്ക്രൈബർ കൂടിയിട്ടുണ്ട്, അങ്ങനെ വിളിച്ച് പറയും. ഓക്കെ, എപ്പോഴും ഓരോ ആൾക്കാർ അത് ഇങ്ങനെ ഓരോന്നിങ്ങനെ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഞാനും നോക്കാറുണ്ട്. ഞാൻ പിന്നെ വിളിച്ച് പറയാറൊന്നുമില്ല. ഞാൻ പിന്നെ ഇടയ്ക്ക് നോക്കാറുണ്ട് ഇങ്ങനെ സബ്സ്ക്രിപ്ഷനൊക്കെ കൂടിയിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ. പക്ഷെ എവറി സബ്സ്ക്രൈബർ മീൻസ് എ ലോട്ട് ടു മീ. സീരിയസ്ലി, ഒരാൾ കൂടിയാലും ഞാൻ 1000 സബ്സ്ക്രൈബേഴ്സ് ആവുമ്പോൾ പ്ലാനിങ് ഗിവ് അവേ.
1000 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ എനിക്കൊരു ഗിവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ വലുതൊന്നല്ല, എന്തെങ്കിലും ഒരു ചെറിയൊരു അല്ല ബട്ട് അല്ല അർജുട്ടാ, എന്നെ കൊണ്ട് പറ്റുന്ന ഒരു ചെറിയൊരു ഗിവ് അവേ, സംതിങ്, ഒരു ഗിഫ്റ്റ് ഒരാൾക്ക്, അല്ലെങ്കിൽ ആ ഫസ്റ്റ് 3 എന്തെങ്കിലും ഒരു ഇത് വെച്ച് കോണ്ടെക്സ്റ്റ് വെച്ചിട്ട്. സീരിയസ്ലി അതെ, എന്റെ ഒരു ആഗ്രഹമാണ്. ഞാൻ അർജുനത്ത് പറഞ്ഞിട്ടില്ല, ഞാൻ ഇപ്പൊ ഫസ്റ്റ് ടൈം പറഞ്ഞത്. 1000 സബ്സ്ക്രൈബ് ഉടനെ ആവുമോ? ചെറിയ ഗിവ് അവേ, ഓക്കെ, എന്നെ കൊണ്ട് പറ്റുന്ന പോലെ, നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ. വലിയ കാര്യങ്ങളാണ് പറയുന്നത്. ഇതൊക്കെ നമ്മള് ചെറിയ ചാനലാണ് ഗിവ് അവേ ആദ്യമേ പറഞ്ഞോണ്ടല്ലോ. അർജുനൻ സൗണ്ട്സ് ലൈക്ക് കൃഷ്ണകുമാർ അങ്കിൾ. കൃഷ്ണകുമാർ, അഹാന, ദിയയുടെ ഒക്കെ ഫാദർ കൃഷ്ണകുമാർ അങ്കിൾ സംസാരിക്കുന്ന പോലെയാണ് അർജുനൻ. ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ടാ സംസാരിക്കുന്നത്. ഓക്കെ, മതി, നമുക്ക് വ്ളോഗ് എൻഡ് ചെയ്യാൻ. അല്ല, 5 മിനിറ്റ് അതെ, ആരുമില്ല, എല്ലാരും പോയി, നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് അവർ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അണ്ടിൽ നെക്സ്റ്റ് ടൈം, ബൈ.